യേശുക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4 അധ്യായം 36 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. അന്നയുടെ ജീവിതം വളരെ ലളിതമായിരുന്നു, പക്ഷേ അതിവിശ്വാസപൂർണയുമായിരുന്നു. അവൾ ദൈവത്തിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരാളാണ്. ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു അവളുടെ ദിനങ്ങൾ. ലോകത്തിൻ്റെ ശബ്ദങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ അവൾ പഠിച്ചവളായിരുന്നു. അങ്ങനെയൊരു ജീവിതത്തിലേക്കാണ് ദൈവം അവൾക്ക് വലിയൊരു അനുഗ്രഹം നൽകുന്നത്, ക്രിസ്തുവിനെ നേരിട്ട് കാണാനുള്ള അനുഗ്രഹം. അന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവളുടെ പ്രതികരണം ശ്രദ്ധിക്കാം. അവൾ ദൈവത്തെ സ്തുതിച്ചു. പിന്നെ അവിടെ നിൽക്കാതെ താൻ കണ്ട രക്ഷകനായ ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. അവൾക്ക് ക്രിസ്തുവിനെ കണ്ട അനുഭവം സ്വന്തമായി സൂക്ഷിക്കാൻ സാധിച്ചില്ല. അനുഭവിച്ച ദൈവം അവളെ സാക്ഷ്യമായി മാറ്റി. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ എങ്ങനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും പല വഴികളിലൂടെയും ക്രിസ്തുവിനെ അനുഭവിച്ചവരാണ്. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ, കണ്ണീർ തുടച്ചപ്പോൾ, തകർച്ചകളിൽ കൈപിടിച്ചപ്പോൾ, അവിടെയെല്ലാം നമ്മൾ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നമ്മൾ എത്രത്തോളം തയ്യാറാണ്? പലപ്പോഴും നമ്മൾ ദൈവത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അധരങ്ങളിലൂടെ അവനെ സാക്ഷ്യപ്പെടുത്താൻ മടിക്കുന്നു. എന്തു പറയും, ആർക്കാണ് പറയേണ്ടത് എന്ന ചിന്തകൾ നമ്മെ പിന്മാറ്റുന്നു. എന്നാൽ പ്രവാചകിയായ അന്നയുടെ ജീവിതം നമ്മോട് പറയുന്നു, കണ്ട അനുഭവിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, അത് ഒരു ക്രൈസ്തവന്റെ ഉത്തരവാദിത്വമാണ്. ദൈവത്തെ കണ്ടവർക്ക് അവനെ മറക്കാൻ കഴിയില്ല. അനുഭവിച്ച ക്രിസ്തുവിനെ പകരാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല. നമ്മുടെ ചെറിയ വാക്കുകൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാം. അതിനാൽ ഇന്നത്തെ വചനവിചിന്തനം നമ്മെ വിളിച്ചു പറയുന്നു, നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകരുക. നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി മാറട്ടെ. പ്രവാചകിയായ അന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമാകട്ടെ. കണ്ട ക്രിസ്തുവിനെ, അനുഭവിച്ച ക്രിസ്തുവിനെ പകരുന്ന ഒരു ജീവിതം നമുക്കും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.